നൂൽക്കമ്പി, ലൈനർ, ഫ്ലഷ് ക്യൂക്ക്, ട്യൂബ് എന്നിവയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ആദ്യം നമുക്ക് വീഡിയോയിൽ കാണുന്നത് പോലെ ലൈനറുകളെല്ലാം ഒരേ നിലയിൽ വെച്ചതിന് ശേഷം നൂൽക്കമ്പി ഉപയോഗിച്ച് ഓരോ ലൈനറുകളും നമുക്ക് ബന്ധിപ്പിച്ചെടുക്കാം. ലൈനറിൻ്റെ മറ്റേ അഗ്രം കൂടി നമുക്ക് നൂൽക്കമ്പി ഉപയോഗിച്ച് ബന്ധിപ്പിക്കേണ്ടതുണ്ട്. നമ്മളിവിടെ എടുത്തിരിക്കുന്നത് ആക്റ്റീവയുടെ ലൈനറാണ്. ലൈനറിൻ്റെ രണ്ട് ഭാഗങ്ങളും നൂൽക്കമ്പി ഉപയോഗിച്ച് ബന്ധിപ്പിച്ചതിന് ശേഷം നമുക്ക് ഗം എടുത്ത് ഓരോ ലൈനറിലും അപ്ലൈ ചെയ്ത് കൊടുക്കാം. എല്ലാ ലൈനറിലും ഗം അപ്ലൈ ചെയ്തതിനു ശേഷം ട്യൂബ് എടുത്ത് ലൈനറിൻ്റെ മധ്യഭാഗത്തായിട്ട് ക്രമീകരിക്കാം. ട്യൂബ് നന്നായി പ്രസ് ചെയ്തതിനു ശേഷം നമുക്ക് അധികമായി വരുന്ന ഭാഗങ്ങൾ കട്ട് ചെയ്ത് ഒഴിവാക്കാം. ട്യൂബിൻ്റെ രണ്ട് വശങ്ങളും കട്ട് ചെയ്തതിനു ശേഷം ലൈനറിൻ്റെ ഒരു ഭാഗത്ത് മാത്രം കട്ട് ചെയ്ത ട്യൂബിൻ്റെ ഒരു പീസ് ഒട്ടിക്കേണ്ടതുണ്ട്. അതിനുശേഷം നമുക്ക് പ്രഷർ പ്ലേറ്റ് ആണ് ക്രമീകരിക്കേണ്ടത്. നമ്മുടെ ചെടിച്ചട്ടിയുടെ സൈഡ് ഭാഗങ്ങൾ ലെവലായി നിൽക്കാൻ വേണ്ടി നമ്മൾ പ്രഷർ പ്ലേറ്റ് ആണ് യൂസ് ചെയ്യുന്നത്. പ്രഷർ പ്ലേറ്റ് നന്നായി ക്രമീകരിച്ചതിന് ശേഷം ആ വശത്തെ നൂൽക്കമ്പി നന്നായി ടൈറ്റ് ചെയ്യുക. അതിനുശേഷം മറുവശത്ത് നമുക്ക് പ്രഷർ പ്ലേറ്റ് വെക്കേണ്ടതായിട്ടുണ്ട്. മുറിച്ചെടുത്ത ട്യൂബ് ഒട്ടിച്ച വശത്താണ് നമ്മൾ രണ്ടാമതായിട്ട് പ്രഷർ പ്ലേറ്റ് ക്രമീകരിക്കാൻ പോകുന്നത്. പ്രഷർ പ്ലേറ്റ് ക്രമീകരിച്ച ശേഷം ഒരു പ്ലെയർ ഉപയോഗിച്ച് നൂൽക്കമ്പി നന്നായിട്ട് ടൈറ്റ് ചെയ്യുക. നന്നായിട്ട് ടൈറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഗം എടുത്ത് രണ്ട് പ്രഷർ പ്ലേറ്റിൻ്റെയും സൈഡ് ഭാഗത്തായിട്ട് നന്നായിട്ട് അപ്ലൈ ചെയ്യാം. ഇനി നമുക്ക് ചട്ടി ഒന്ന് കളർഫുൾ ആക്കാം. അതിന് റെഡ് ഗ്ലോസി പെയിൻ്റാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നമ്മുടെ ചട്ടിയുടെ പെയിൻറ്റിങ് ഏകദേശം കഴിഞ്ഞു. ഇനി നമുക്ക് രണ്ട് ഫാൻ ബെൽറ്റ് എടുത്തിട്ടുണ്ട് സ്കൂട്ടിയുടെ, അതും കൂടി ഒന്ന് പെയിൻ്റ് ആക്കാം. നമ്മൾ രണ്ടും ഒരേ പെയിൻ്റ് ആകണ്ടെന്ന് വെച്ചിട്ടാണ് നമ്മൾ വൈറ്റ് കളറും കൂടി ആഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ ആഡ് ചെയ്യാം കേട്ടോ. ഫാൻ ബെൽറ്റിൻ്റെ രണ്ട് വശങ്ങളിലും ദ്വാരമിട്ടതിന് ശേഷം നൂൽക്കമ്പി ഉപയോഗിച്ചാണ് നമ്മൾ ഫാൻ ബെൽറ്റ് ചട്ടിയിൽ ക്രമീകരിക്കുന്നത്. രണ്ട് ബെൽറ്റ് നമ്മൾ ചട്ടിയിൽ ക്രമീകരിച്ചിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ആ നൂൽക്കമ്പി ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഗം ഉപയോഗിച്ച് ബെൽറ്റിൻ്റെ വശങ്ങളും നടുഭാഗവും നന്നായിട്ട് ഉറപ്പിക്കാം. പൂച്ചട്ടി നമുക്ക് തൂക്കിയിടാൻ പാകത്തിന് ഒരു ഹുക്ക് സെറ്റ് ചെയ്യാം. നമുക്ക് ആ ഹുക്കും കൂടി ഒന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മൾ മനോഹരമായ പൂച്ചട്ടി ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യമായ മണ്ണ് നിറച്ച് ചെടിച്ചട്ടി ഒന്ന് സെറ്റാക്കി എടുക്കാം. കൈ ഉപയോഗിച്ച് മണ്ണൊന്ന് സെറ്റാക്കി എടുക്കാം. അതിനുശേഷം വെള്ളം നനച്ച് മണ്ണൊന്ന് പാകപ്പെടുത്തിയെടുക്കാം. ഇനി നമുക്ക് ചെടി ക്രമീകരിക്കാം. വള്ളിച്ചെടിയാണ് നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് കേട്ടോ. എല്ലാവരും വീട്ടിലുണ്ടാവും, അത് നമ്മളിവിടെയും യൂസ് ചെയ്യുന്നു. ഇതാകുമ്പോൾ പെട്ടെന്ന് വളർന്നോളും. നമ്മുടെ ചെടി ക്രമീകരിച്ചതിന് ശേഷമുള്ള വ്യൂ ആണിത്. എങ്ങനെയുണ്ടെന്ന് കമൻറ്റിൽ രേഖപ്പെടുത്തണേ.